ശരിക്കും കിച്ചൺ എന്ന് പറഞ്ഞാൽ അവിടെ അഴുക്കാവും. അവിടെ നിന്ന് പാത്രം കഴുകുന്നതിൻ്റെ ശബ്ദവും പിന്നെ സ്പൂൺ ഇളക്കുന്നതിൻ്റെ ശബ്ദവും നമ്മൾ കട്ടിങ് പോലെ ചകചകാന്ന് കട്ടിങ് ചെയ്യുന്ന സാധനം അത് റിയലായിട്ട് അവിടെ. ഈയിടെ നമുക്ക് കുറേ ഇൻറ്റീരിയർ ക്ലയൻസ് വരുന്നുണ്ട്. അവർക്ക് ഓപ്പൺ കിച്ചൺ, മോഡുലാർ കിച്ചൺ സെറ്റപ്പ് വേണം. അപ്പോൾ നമ്മൾ നല്ല ടൈലിങ്ങും നല്ല ക്യാബിനറ്ററിയും എല്ലാം ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഓപ്പൺ കിച്ചൺ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം കിച്ചൻ്റെ നേരെ ബാക്കിൽ ഒരു ഡോറ് തുറക്കുമ്പോൾ ഒരു വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം ഈ വർക്ക് ഏരിയയിലാണ് ശരിക്കും കുക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെൻഡ് പയ്യെ ഇനിയും കൂടി വരികയാണ്. അപ്പം കിച്ചൺ എന്ന് പറയുമ്പോൾ ഒരു ഷോക്കേസ് മാതിരി മാറ്റി വെച്ചിട്ട് അത് ആൾക്കാർ വരുമ്പോൾ അത് കണ്ടോട്ടെ, അതൊരു വൃത്തിയായി കിടന്നോട്ടെ, എന്നിട്ട് ശരിക്കും കുക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോറ് തുറന്ന് ഒരു സ്റ്റെപ്പ് ഒരു പടി താഴേക്ക് ഇറങ്ങി പുറത്തോട്ട് പോയിട്ടാണ് റിയൽ കുക്കിംഗ് അവിടെ നടക്കുന്നത്. ശരിക്കും കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഓണസ്റ്റ്, ഇറ്റ് ഷുഡ് ബി കാം, ഇറ്റ് ഷുഡ് ബി റിയൽ. അതായത് അവിടെ അഴുക്കാവും. അവിടെ നിന്ന് പാത്രം കഴുകുന്നതിൻ്റെ ശബ്ദവും പിന്നെ സ്പൂൺ ഇളക്കുന്നതിൻ്റെ ശബ്ദവും നമ്മൾ കട്ടിങ് പോലെ ചകചകാന്ന് കട്ടിങ് ചെയ്യുന്ന സാധനം അത് റിയലായിട്ട് അവിടെ നടക്കണം, അവിടെ കാണണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ കിച്ചൺ സ്റ്റൈൽ നമുക്കല്ല നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഒരു ഫങ്ഷണൽ യെറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൻ്റെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ പല ഇൻറ്റീരിയർ ഡിസൈനേഴ്സും സ്ട്രഗിൾ ചെയ്യാറുണ്ട്. കാരണം ഒരു കുടുംബത്തിൽ ചിലപ്പോൾ ഒരു ലാർജ് ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഫാമിലി ആയിരിക്കും. അവരുടെ നീഡ്സിന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ബ്യൂട്ടിഫുൾ യെറ്റ് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഇൻറ്റീരിയർ ഡിസൈനർ ശരിക്കും ജയിക്കുന്നത്. ആ ഒരു കിച്ചണിലേക്ക് കയറുമ്പോൾ ആ ഫാമിലിയുടെ എണ്ണത്തിന് ഒതുങ്ങുന്ന കട്ട്ലറീസ്, അവർക്ക് അവരുടെ സാധനങ്ങൾ വിൽക്കാനുള്ള സ്റ്റോറേജ് എക്വിപ്മെൻറ്റ്, അവർക്ക് വരുമ്പോൾ അൺഫോൾഡ് ചെയ്യുന്ന ഫോൾഡബിൾ ടേബിൾസ്, ഇതെല്ലാം എൻകോംപസ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ സ്ഥലമാണ് കിച്ചൺ. കാരണം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും വൈകുന്നേരത്തെ ചായയും ഒരിക്കലും ഉറങ്ങാത്ത ഒരു സ്ഥലമാണ് കിച്ചൺ. അപ്പോൾ എന്തുകൊണ്ടാണ് ഗസ്റ്റിന് വരുമ്പോൾ വൃത്തിയാക്കി കുപ്പിയാക്കി ഇടുന്ന മാത്രം ഒരു സ്ഥലമായിട്ട് എന്തുകൊണ്ടാണ് മാറുന്നത്? നമ്മൾ ശരിക്കും റിയൽ ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു മോഡേൺ കിച്ചൺസിൻ്റെ ഡെപ്ത് കുറച്ചുകൂടെ ഇനിയും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഡെവലപ്പായി വരാനുണ്ട്.